ഇപ്പോൾ കണ്ണൂരിൽ കരിക്കോട്ടക്കരയിൽ ആനയെ അതായത് മുറിവേറ്റ ആനയെ ചികിത്സ നൽകാനായി വാഹനത്തിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണ് ഒരു ബോക്സിൽ കാണുന്നത്. അത് വാഹനത്തിലേക്ക് അതിനെ ഏതാണ്ട് ഏറെക്കുറെ കയറ്റുന്നുണ്ട്. ഇപ്പോൾ ഇതിനോടകം വടമൊക്കെ ഉപയോഗിച്ച് ആനയെ വലിച്ചും അതിന് പുറകിൽ നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റിനറി ഡോക്ടർമാരും ഒക്കെ ചേർന്ന് തള്ളിയും ഒക്കെയാണ് ആനയെ ആ വാഹനത്തിലേക്ക് കയറ്റുന്നത്. ഒരു പ്ലാറ്റ്ഫോം അവിടെ ഉണ്ടാക്കി ആ പ്ലാറ്റ്ഫോമിൽ ആനയെ എത്തിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ ആ വാഹനത്തിലേക്ക് കയറ്റണം. തടിയൊക്കെ കൊണ്ട് ഒരു കൂട് കണക്കെ ബന്ധിച്ചിട്ടുള്ള ഒരു വാഹനമാണ്. അതിൽ കയറ്റിയാൽ അതിൽ ആനയ്ക്ക് നിൽക്കാൻ കഴിയും. അപ്പോൾ ഇനി അടുത്ത ചികിത്സാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് വരെ ആനയെ അതിൽ സുരക്ഷിതരായി നിർത്താൻ കഴിയും. അതിലേക്ക് ഇപ്പോൾ ആനയെ കയറ്റുകയാണ്. അത് മയക്കം പൂർണ്ണമായും വിട്ടൊഴിയുന്നതിന് മുമ്പ് തന്നെ അതിനെ ഈ വാഹനത്തിൽ കയറ്റി അതിൽ ബന്ധിക്കണം, അതിൽ ആ കൂട്ടിൽ ബന്ധിക്കണം. എന്നാൽ മാത്രമേ ഇതിനെ ഇവിടെ ഒന്ന് കൊണ്ടുപോകാൻ കഴിയൂ. ഇനി കൂടുതൽ ഡോസ് മയക്കുവെടി അതിന് ഈ ഘട്ടത്തിൽ പറ്റില്ല. കാരണം അത് ചെറിയൊരു ആനയാണ്. തന്നെയുമല്ല അതിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. തീറ്റയെടുക്കാൻ കഴിയുന്ന അവസ്ഥയല്ല എന്ന് നേരത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ടായിരുന്നു. കാരണം അത് ഈ സ്ഥലത്തൂടെയൊക്കെ ഓടി നടക്കുമ്പോഴും എന്തെങ്കിലും ആഹാരം അത് എവിടുന്നെങ്കിലും എടുത്ത് അല്ലെങ്കിൽ അതെന്തെങ്കിലും പച്ചില കഴിക്കുന്നത് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് തീറ്റയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആരോഗ്യം മോശമാണ്, നന്നേ ക്ഷീണിതനാണ്. അത്തരം ഒരു ആനയാണ്. അപ്പോൾ ഇനി കൂടുതൽ ഡോസ് അതിന് നൽകാൻ കഴിയുന്ന സാഹചര്യമായിരിക്കില്ല. അതുകൊണ്ട് ഈ മയക്ക് വെടിയുടെ ആ ഡോസിൽ തന്നെ അതിനെ അടുത്ത സ്ഥലത്തേക്ക് എത്തിക്കണം. അതുകൊണ്ട് വേഗത്തിൽ ആ വാഹനത്തിലേക്ക് ആനയെ കയറ്റുകയാണ്. അരുൺ ഉണ്ടെങ്കിൽ അരുൺ അത് അതിന് ഇനിയിപ്പോൾ കൂടുതൽ മയക്കുവെടി കൊടുക്കാതെ തന്നെ ഇവിടെ നിന്ന് ആറളത്തേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണ് വേഗത്തിൽ ദ്രുതഗതിയിൽ നടക്കുന്നതെന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ, ഇപ്പോൾ ആനയെ പൂർണ്ണമായും തന്നെ ഇപ്പോൾ ഈ ലോറിക്കകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. അതായത് വടം ഉപയോഗിച്ച് ആദ്യം JCB ഉപയോഗിച്ച് ഒരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചു. അതിനുശേഷമാണ് ആനയെ പൂർണ്ണമായും വടം ഉപയോഗിച്ച് ബന്ധിച്ചിരുന്നു. പ്രാഥമിക ചികിത്സ നൽകി. അതിനുശേഷം ഈ വടം വലിച്ച് ആനയെ ഈ ലോറിയിലേക്ക് കയറ്റിയിരിക്കുകയാണ്. ഒരു കൂട് പോലെ ആ തടി ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു പ്രത്യേകം സജ്ജീകരിച്ച വാഹനമാണ്. അതിലേക്ക് ഇപ്പോൾ ഈ ആനയെ കയറ്റിയിട്ടുണ്ട്. വടം ഉപയോഗിച്ച് വലിക്കുകയും അതോടൊപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തള്ളിയുമൊക്കെയാണ് ഇപ്പോൾ ഈ ആനയെ കയറ്റിയിട്ടുള്ളത്. രണ്ടാമതൊരു മയക്കുവെടിയുടെ ആവശ്യമില്ല. പക്ഷേ ആ മയക്കുവെടി അങ്ങനെ സാധ്യവുമല്ല. കാരണം ആന പൂർണ്ണമായും അവശ നിലയിലാണ്. നേരത്തെ തന്നെ ഈ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യസ്ഥിതി അത്രത്തോളം മോശമായിരുന്നു. അതിനുശേഷം ഈ മയക്കുവെടി വെച്ചതിന് ശേഷവും അല്പസമയത്തിനകം തന്നെ ആദ്യം ഒരു റിയാക്ഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് ആന പൂർണ്ണമായും മയങ്ങി വീഴുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. അതിനിടെയാണ് ഈ പ്രാഥമിക ചികിത്സ കൂടി നൽകുകയും ചെയ്തത്. ഇപ്പോൾ നേരത്തെ വടം ഉപയോഗിച്ച് ബന്ധിച്ചു. ആ വടം തന്നെ വലിച്ച് ഇപ്പോൾ ആനയെ ഈ ലോറിയിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ആറളത്തേക്കാണ് ആദ്യം കൊണ്ടുപോവുക എന്നതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇന്നൊരു ഔദ്യോഗികമായ ഒരു പ്രതികരണം അതിൽ വന്നിട്ടില്ല. ആറളത്തേക്ക് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷമായിരിക്കും ഇതിൻ്റെ ചികിത്സാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട എങ്ങോട്ടാണ് കൊണ്ടുപോകുക എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു അന്തിമ തീരുമാനം എന്തായാലും ഇപ്പോൾ പറയുള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് ആൾക്കാരെ മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൂടി നടത്തുന്നുണ്ട്. കാരണം ഇതൊരു ജനവാസ മേഖലയാണ്. അതുകൊണ്ട് കരിക്കോട്ടക്കരയിൽ ആനയെ വണ്ടിയിലേക്ക് ഏതാണ്ട് കയറ്റി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്ന. ആളുകളെ മാറ്റി നിർത്താനുള്ള ശ്രമത്തിലാണ്